ഫകൈഫ കാന നകീർ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ എതിർപ്പ്. നോക്കൂ, ഇതുപോലുള്ള ആയത്തുകൾ മുൻകഴിഞ്ഞ തലമുറകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുന്നവർക്കുള്ള താക്കീനാണ്. കാരണം പഴയകാല നബിമാരെന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവരെക്കാളെല്ലാം ശ്രേഷ്ഠൻ. ആ നബിമാരെ നിഷേധിച്ചവരെ അള്ളാഹു ശിക്ഷ കൊണ്ട് പിടികൂടിയിട്ടുണ്ട് എങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചവർക്ക് ആരാണ് ശിക്ഷ ലഭിക്കുകയില്ല എന്ന് നിർഭയത്വം നൽകാനുള്ളത്? അവർക്ക് അമ്ന് നൽകാൻ ആറുണ്ട്? അള്ളാഹുവിൻ്റെ ശിക്ഷ അത് എങ്ങനെ ഉള്ളതായിരുന്നു? റബ്ബിൻ്റെ ശിക്ഷ എന്നാൽ അത് ഘോരമായ ശിക്ഷയാണ്. ഒരാൾക്കും രക്ഷപ്പെട്ടോടാൻ സാധിക്കാത്ത രൂപത്തിലുള്ളതായിരിക്കും അള്ളാഹുവിൻ്റെ അദാബെന്നാൽ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കാണുന്നില്ലേ, നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ ഇവിടെ പുറത്ത് എന്തെങ്കിലും വൃത്തിയാക്കി മാലിന്യങ്ങൾ കൂട്ടി കത്തിക്കാറുണ്ട്, തീ കൊളുത്താറുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാനും നിങ്ങളും അങ്ങനെ തീ കൊളുത്തിയാൽ നമുക്കറിയാം അത് സാധാരണ നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ്. ഒരൽപ്പം കഴിഞ്ഞാൽ അതങ്ങ് അണഞ്ഞു പോകും. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. അള്ളാഹുവിൻ്റെ ജുൻദ്, അവൻ്റെ സൈന്യമെന്നാൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് കാണാം, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അവൻ്റെ സൈന്യത്തെക്കുറിച്ച് അവനല്ലാതെ അറിയുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരൽപ്പം കഴിഞ്ഞാൽ അണഞ്ഞു പോകുമെന്ന സമാധാനത്തിൽ നാം ഈ കത്തിക്കുന്ന തീ, ഒരൽപ്പം കഴിഞ്ഞാൽ അണഞ്ഞു പോകും എന്ന സമാധാനത്തിൽ നാം ഈ കത്തിക്കുന്ന തീ, അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കെടുത്തിക്കളയാം എന്ന് നമ്മൾ സമാധാനിക്കുന്ന ഈ തീ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് എന്നതിന് എത്ര വലിയ തെളിവാണ് ഈ അടുത്ത കാലത്ത് ആളുകൾ കണ്ടത്, ലോകം മുഴുവൻ മനസ്സിലാക്കിയത്. ഒന്നും ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്ക് തീപ്പൊരികൾ പറന്ന് ഒരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ, ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ലോകമൊന്നാകെ കത്തിക്കാൻ മാത്രം അറിവുള്ള ആളുകൾ, കെടുത്താൻ അറിയാത്ത ആളുകൾ അതിൻ്റെ മുന്നിൽ നിന്ന് വിലപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ചു നോക്കൂ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ തീരുമാനിച്ചാൽ, അവൻ്റെ ശിക്ഷ വന്നാൽ ആർക്കാണത് തടുക്കാൻ സാധിക്കുക? അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഫമിൻഹും മൻ അർസൽന അലൈഹി ഹാസിബ, നാം ചരൽ മഴ വർഷിച്ചവർ അവരിലുണ്ടായിരുന്നു പഴയ സമുദായങ്ങളിൽ. വമിൻഹും മൻ അഖദത്ഹു സൈഹ, ഘോര ശബ്ദം കൊണ്ട് പിടികൂടിയവർ അവരിലുണ്ടായിരുന്നു. വമിൻഹും മൻ ഖസഫ്ന ബിഹിൽ അർദ്, നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞവർ അവരിലുണ്ടായിരുന്നു. വമിൻഹും മൻ അഗ്റഖ്ന, നാം മുക്കി നശിപ്പിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഫിറഔനെയും കൂട്ടരെയും കുറിച്ച് അള്ളാഹു പറഞ്ഞു. നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, അവരുടെ ഖതീഅത്തുകൾ കൊണ്ട് ഉഗ്രിഖു, അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു. ഫഉദ്ഖിലു നാറ, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ദുനിയാവിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ച് ബർസഖിൽ നേരെ നരകശിക്ഷയിലേക്ക് കടക്കുകയാണ്. വെള്ളം കൊണ്ട് അള്ളാഹു അവരെ മുക്കി നശിപ്പിച്ചു, ആ ശിക്ഷ അനുഭവിപ്പിച്ചു. പിന്നെ മരണത്തോടെ കടക്കുന്നത് ഏത് ശിക്ഷയിലേക്കാണ്? തീ കൊണ്ടുള്ള ശിക്ഷയിലേക്ക്. ഫിറഔൻ പറഞ്ഞു, അലൈസ ലി മുൽക്കു മിസ്ര, എനിക്ക് മിസ്റിന്റെ, ഈജിപ്തിന്റെ അധികാരമില്ലയോ? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഇതാ ഈ മിസ്റിലെ പുഴകളും നദികളുമൊക്കെ എനിക്ക് കീഴിലല്ലേ ഒഴുകുന്നത്? ചോദിച്ചവനെ അള്ളാഹു എങ്ങനെയാണ് നശിപ്പിച്ചത്? വെള്ളത്തിൽ മുക്കി. അവന്റെ വാക്കെന്താണ്? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ പുഴകളെല്ലാം എനിക്ക് കീഴെയല്ലേ ഒഴുകുന്നത്? അള്ളാഹു അവനെ അതിനടിയിലാക്കി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞ എന്താണ്? ഫിർഔന ദിൽ ഔതാദ്, ആണികൾ ഉണ്ടായിരുന്ന ഫിർഔൻ എന്നാൽ എന്ന് പറഞ്ഞാൽ തന്റെ അധികാരം ശക്തമായ സൈന്യത്തെ കൊണ്ട്, എമ്പാടും വരുന്ന അനുയായികൾ കൊണ്ട് ആണികൾ പോലെ അടിച്ചുറപ്പിച്ച അധികാരമുണ്ടായിരുന്നവൻ. എവിടെ? അള്ളാഹു മുക്കി നശിപ്പിച്ചു. ആധുനിക കാലത്തെ ഫിർഔന്മാരുടെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഷാറുൽ അസദിനെ? മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി അഹ്ലുസുന്നത്തിനെ കൊല്ലുക ഇബാദത്തായി കണ്ടിരുന്ന നുസൈരിയായ അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ അവതാരമാണെന്ന് വിശ്വസിച്ചിരുന്നവൻ, മുശ്രിക്കാണെന്ന് അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ വിധി പറഞ്ഞവൻ, മുസ്ലിമീങ്ങളെ പീഡിപ്പിച്ചതിന് കണക്കില്ല. ആധുനിക കാലത്ത് ഫിറഔന്മാരുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റിയ ഒരുവനായിരുന്നു. എവിടെ പോയി? അധികാരവും എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോകേണ്ട അവസ്ഥ വന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ നാടുകൾ അഹ്ലുസുന്നത്തിന്റെ കീഴിൽ എന്നൊന്നും നിലനിർത്തുമാറാകട്ടെ. റാഫിദികളുടെ ഉസൈരികളുടെ ഷർറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല
പ്രയാസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടോ അതിനു പിന്നാലെ അള്ളാഹു തുറവിയും പോംവഴിയും നിശ്ചയിച്ചിട്ടുണ്ട്. നോക്കൂ, ഏത് കാലത്തും ഇതുപോലെ അതിക്രമങ്ങൾ പ്രവർത്തിച്ച ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിൽ അധികകാലം വാഴാൻ അനുവദിച്ചിട്ടില്ല, ഒരിക്കലും അനുവദിക്കുകയുമില്ല. അതുകൊണ്ട് ദുൽമിനെ, അതിക്രമത്തെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുൽമു ദുൽമാതുൻ യൗമൽ ഖിയാമ, അക്രമം എന്നത് അന്ത്യനാളിൽ ഇരുട്ടുകളായിരിക്കും. അതുകൊണ്ട് ആരോടെങ്കിലും നമുക്ക് കീഴിലുള്ളവരോട് അക്രമം പ്രവർത്തിക്കുന്നത് വളരെ വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു അങ്ങനെയുള്ള അതിക്രമങ്ങൾക്ക് ഈ ലോകത്ത് തന്നെ ശിക്ഷ അനുഭവിപ്പിക്കുമെന്നാണ്. നസ്റുല്ലാഹി ആഫിയ വസ്സലാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ എന്നാൽ അത് വന്നാൽ ആർക്കും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അത് പല ഇനത്തിലുള്ളതാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അവർക്ക് മേൽ നാം ശിക്ഷയുടെ സൗത്ത് ചൊരിഞ്ഞു. സൗത്താൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അസ്നാഫു മിനൽ അദാബ്, പല രൂപത്തിലുള്ള ശിക്ഷയായിരിക്കും. ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ കൊണ്ടായിരിക്കും അള്ളാഹു പിടികൂടുക. അവസാന കാലത്ത് യഅജൂജ് മഅജൂജ് എന്ന് പേരുള്ള ബനു ആദമിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗം പുറപ്പെട്ടു വരും. ഭൂമി ഒന്നാകെ ഫസാദ് നിറക്കുമെന്നാണ്. മനുഷ്യരെ മുഴുവൻ, ഭൂമിയിലുള്ളത് മുഴുവൻ തിന്നു തീർക്കും. എന്നിട്ട് മുകളിലേക്ക് അമ്പെയ്ത്, മുകളിലുള്ളതിനെ, പക്ഷികളെയും മറ്റും മുകളിലുള്ളതിലേക്ക് അമ്പെയ്ത് അതിനെ തിന്നു തീർക്കാൻ ശ്രമിക്കും. തടാകങ്ങൾ കുടിച്ചു വറ്റിക്കും. ഈസ അലൈഹിസ്സലാമും മുഅ്മിനീങ്ങളും വരെ പർവ്വതത്തിന്റെ മുകളിൽ കയറി അവിടെ ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കേണ്ട സ്ഥിതി വരും. സുബ്ഹാനല്ലാഹ്. ഈസ അലൈഹിസ്സലാം പറയുക എന്താണ്, നിങ്ങൾക്ക് ഒരാൾക്ക് നേരിടാൻ കഴിയാത്ത ഒരു വിഭാഗമാണ്, അതുകൊണ്ട് മാറി നിൽക്കാനല്ലാതെ വഴിയില്ല. അള്ളാഹു അവരെ നശിപ്പിക്കാൻ എങ്ങനെയാണ്? അവരുടെ പിരടിയിൽ വരുന്ന പിടികൂടുന്ന പുഴുവിനെ കൊണ്ടാണ്. പിരടിയിൽ പിടികൂടുന്ന പുഴു ഒരു മനുഷ്യൻ മരിച്ചു വീഴുന്നത് പോലെ ഒക്കെ മരിച്ചു ഒറ്റയടിക്കും. ആലോചിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്. റബ്ബ് അവൻ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിചാരിക്കാത്ത വഴിയിലൂടെ ആയിരിക്കും ശിക്ഷ വരിക. നോക്കൂ, ഈ ആയത്തിന്റെ അവസാനം അള്ളാഹു ചോദിച്ചത് ഫകൈഫ കാന നകീർ. നകീർ അഥവാ നകീറി എന്നാണ് യഥാർത്ഥത്തിൽ. പക്ഷേ അവിടെ യാ ഒഴിവാക്കി നകീർ എന്ന് പാരായണം വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ എതിർപ്പ്, അതിനോടുള്ള റബ്ബിന്റെ പ്രതികരണം. റബ്ബ് ചോദിക്കുകയാണ്, എൻ്റെ അതിനോടുള്ള എതിർപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു. എന്തൊരു ചോദ്യമാണ്! ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞ ചോദ്യമാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ആനക്കാരൻ നിന്റെ റബ്ബ് എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് നീ കണ്ടില്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد صب عليهم ربك صوت عذاب. ഈ തലമുറകളെല്ലാം റബ്ബ് എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നീ കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്. റബ്ബിന്റെ സുന്ന, അവന്റെ നടപടിക്രമം എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. അത്ഭുതകരമാണ്. ഏതേത് അതിക്രമികളെയാകട്ടെ, കാലങ്ങൾ അവർ അതിക്രമത്തിൽ കഴിച്ചുകൂട്ടിയാൽ ആകട്ടെ, ഒരു ദിനം വരും അള്ളാഹു പിടികൂടുന്ന ദിനം. നോക്കൂ, ബഷാറിന്റെ, അവന്റെ പിതാവിന്റെ കൊടിയ ക്രൂരതകളും മർദ്ദനങ്ങളും അഹ്ലുസുന്നത്തിനോടുള്ള ശത്രുതയും വിദ്വേഷവും ഒക്കെ നിറഞ്ഞാടിയ ഭരണം അരനൂറ്റാണ്ടിലധികം ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഒരാളും വിചാരിക്കാതെ അഹ്ലുസുന്നത്തിന്റെ മുഴുവൻ മനസ്സിൽ, മുസ്ലിമീങ്ങളുടെ മനസ്സിൽ മുഴുവൻ സന്തോഷവും ആശ്വാസവും നിറച്ചുകൊണ്ട് അത് കെട്ടടങ്ങി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു അതുപോലെ സകല അതിക്രമികളെയും അവരെ നശിപ്പിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്കും അഹ്ലുസുന്നത്തിനും ആശ്വാസം നൽകിക്കൊണ്ട് നമുക്കേവർക്കും നമ്മുടെ ജീവിതകാലത്ത് തന്നെ കൺകുളിർമ നൽകുമാറാകട്ടെ. മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ, സഹോദരങ്ങളെ അവരുടെ കാര്യത്തിൽ മനസ്സിൽ പ്രയാസം, അവരുടെ ബുദ്ധിമുട്ടുകളിൽ പ്രയാസം തോന്നുകയും അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷം തോന്നുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് ഈമാനിന്റെ അടയാളമാണ്.